ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ അതിരാവിലെ ഞാനൊരു യാത്രയ്ക്ക് പുറപ്പെടുവാണേ, അതും ഒറ്റയ്ക്ക്. എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ തെങ്കാശിക്കാണ് പോകുന്നത്. രാവിലത്തെ ഫസ്റ്റ് ബസ്സിന് എന്നെ പുറപ്പെട്ടു. ചേട്ടൻ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയായിരുന്നു. ആ ബസ്സിൽ കയറിയിട്ട് ഒരുറക്കം എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഏകദേശം കുളത്തൂപ്പുഴ എത്തി. അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെയും പുറപ്പെട്ടു. നമ്മുടെ ആര്യങ്കാവ് ചുരത്തിൽ മാത്രം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ബാക്കി റോഡെല്ലാം ക്ലിയർ ആയിരുന്നു. ഏകദേശം 8:30 ആയപ്പോൾ തന്നെ ഞാൻ തെങ്കാശി എത്തി. അതിനുശേഷം തെങ്കാശിയിൽ നിന്ന് പിന്നെയും ഒരു വണ്ടി കൂടെ കയറാനുണ്ടായിരുന്നു ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. ഒരു അമ്പലം മാത്രമാണ് എൻ്റെ അടയാളമായിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേറെ ആ സ്ഥലത്തിനെ പറ്റി ഒരു പിടിയുമില്ല. ഒരു തവണ ഇതിനു മുമ്പ് ഞാൻ ചേട്ടൻ്റെ കൂടെ കാറിൽ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇലക്ട്രിക്കലിൻ്റെ സാധനം വാങ്ങാനാണ് പോയത്. ഈ കടയിൽ പോയി. പിന്നെ ഇവിടുത്തെ പോലെ അല്ല കേട്ടോ, അവിടെ 10 മണിയൊക്കെ കഴിയും എല്ലാ കടകളും തുറക്കാനായിട്ട്. പിന്നെ എന്നെ ഒത്തിരി ആൾക്കാർ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതിലൊരു അണ്ണനാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഈ ഫ്രൂട്ട്സ് എല്ലാം വിൽക്കുന്ന അണ്ണനാണ്. എന്നോട് പറഞ്ഞു ബസ്സിൽ കയറി ഇരുന്നാൽ മതി, കാശൊന്നും കൊടുക്കണ്ട. നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല കേട്ടോ, തമിഴ്നാട്ടിൽ ലേഡീസിന് ഫ്രീ ആണ്. എനിക്ക് കാശൊന്നും ആയില്ല. അവർ 0 എന്ന് വരുന്നൊരു ടിക്കറ്റ് അടിച്ചു തരും. പിന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ ഇങ്ങ് പോന്നു. അങ്ങോട്ട് പോയപ്പം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സ്ഥലമൊന്നും അറിയാൻ പറ്റാത്തത് കൊണ്ടും എനിക്കറിയില്ലല്ലോ, സ്ഥലം അറിയില്ല. ജസ്റ്റ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ ഞാൻ ഗൂഗിൾ, ChatGPT എല്ലാം ചോദിച്ചിട്ടാണ് പോയത്. പിന്നെ ഈ ഒരു അമ്പലം മാത്രം എനിക്കറിയാം, അതും കണ്ടാലറിയാമെന്നുള്ളതല്ലാണ്ട് ആ അമ്പലത്തിൻ്റെ പേര് പോലും അറിയത്തില്ലായിരുന്നു. ആ ഒരു ഊഹം വെച്ചിട്ട് എങ്ങനെയൊക്കെയോ അങ്ങ് പോയി ഞാൻ. പക്ഷേ അതെനിക്ക് അറിയില്ല എന്നൊന്നും ഇവിടെ ആരോടും പറഞ്ഞില്ല കേട്ടോ. ഞാൻ പോകുന്നത് എനിക്കറിയാമെന്നുള്ള ധാരണയിലാണ് ഞാനങ്ങ് പോയത്. പിന്നെ ഈ കടയും അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ എങ്ങനെ പോകണം, അന്ന് പോയപ്പോൾ അവിടെ ഒന്ന് കറങ്ങിയത് കൊണ്ട് അതൊക്കെ അറിയായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടോ, അത്ര വലിയ വീടുകളൊന്നും അവിടെ കാണാനില്ല. ഉള്ള വീടുകളെല്ലാം അടുത്തടുത്തായിരിക്കും. ബാക്കിയുള്ള സ്ഥലം ഫുള്ളും കൃഷിയാണ്, ഇങ്ങനെ കിടക്കുവാണ്. മാന്തോപ്പ്, പൂന്തോപ്പ്, തെങ്ങും തോപ്പ്. പിന്നെ 14 പുഴകളെ ഉള്ളൂവെങ്കിലും മിക്കവാറും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ജലാശയങ്ങളൊക്കെ അവർ തന്നെ സെറ്റപ്പാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി കന്നുകാലികളുണ്ട്. പിന്നെ ദാണ്ട് തെങ്ങും തോപ്പ്, മാന്തോപ്പ്, പൂന്തോപ്പ്, ഇതൊക്കെ ഉള്ളൂ അവിടെ. ഇവിടെയാണെങ്കിൽ ഫുള്ള് നമ്മൾ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും റബ്ബറല്ലേ ഉള്ളൂ. അതുകൊണ്ട് പുതിയൊരു ഓർമ്മകളല്ലേ. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ പശ്ചിമഘട്ട മലനിരകളും അവിടെ പിന്നെ എവിടെ നോക്കിയാലും നമ്മുടെ റോഡ് സൈഡിൽ ഇത് തന്നെയാണ്. കുറച്ചപ്പുറമായിട്ട് ഒരു മല നമുക്ക് കാണാൻ പറ്റും. എന്തായാലും എനിക്ക് യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. അവിടെയുള്ള ആൾക്കാരെല്ലാം വളരെ നല്ല ആൾക്കാരായിരുന്നേ. പിന്നെ ഒരു പ്രത്യേക അനുഭവം, ഞാൻ ഇതുവരെ ഹിജഡ അവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരാളെ കാണാൻ പറ്റി. എന്നോട് വന്ന് കാശ് ചോദിച്ചു. എനിക്ക് ഇവരെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. പാവം അപ്പം തന്നെ അങ്ങ് പോയി, എന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അവരും എന്നെ കണ്ട് ചിരിച്ചിട്ടങ്ങ് പോയി. നല്ല സുന്ദരിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. കണ്ടാലങ്ങനെ പറയുമല്ലോ. ഞാനോർത്തു അടുത്തിരിക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ബാഗ് എടുത്ത് ഒതുക്കി വെച്ചിട്ടിരുന്നപ്പോഴാണ് ഇവരിതുപോലെ 10 രൂപ അങ്ങനെ ചോദിച്ചത്. പിന്നെ എനിക്ക് തമിഴ് അറിയാം കേട്ടോ, അത് മാത്രമായിരുന്നു എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ധൈര്യം. പിന്നെ അവർക്കും മനസ്സിലായില്ല ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം മനസ്സിലായില്ല ഞാൻ വഴിയൊക്കെ ചോദിച്ചപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഞാൻ തമിഴ് സംസാരിച്ചപ്പോൾ അവരോർത്തു ഞാൻ അവിടെ ഉള്ളതായിരിക്കും എന്ന്. എനിക്ക് പിന്നെ സംസാരിക്കാനേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് ബസ്സൊക്കെ നോക്കി നിന്നത് ആ ഒരു അണ്ണനും പിന്നെ ആ അണ്ണൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. കയറി ഇരുന്നിട്ടും ഇരുന്നാൽ മതി ആ ഒരു രീതിയിൽ എന്നെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തുനിന്ന് തണ്ണിമത്തനെല്ലാം വാങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്